കോർപ്പറേഷൻ, ക്യാപിറ്റലിസം, സോഷ്യലിസം. അപ്പോൾ ഈ മൂന്ന് കൺസെപ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസുകൾ അല്ലെങ്കിൽ അത് തമ്മിലുള്ള സിമിലാരിറ്റികൾ ഈ CSEB എക്സാമിനും അതുപോലെ മറ്റ് കോപ്പറേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമുക്കിത് അറിയാവുന്നൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, ഇതിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പക്ഷേ നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. എന്തൊക്കെയാണ് കോർപ്പറേഷനും അല്ലെങ്കിൽ മറ്റു ക്യാപിറ്റലിസം, സോഷ്യലിസം പോലുള്ള തമ്മിലുള്ള സിമിലാരിറ്റീസുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, നമുക്കറിയുന്ന ഏരിയ തന്നെയാണ്, എന്നാലും നമുക്കൊന്ന് നോക്കി പോവാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് ക്യാപിറ്റലിസം എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഞാനത് വീണ്ടും പറയുന്നില്ല, പക്ഷേ എന്നാലും അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് പറഞ്ഞു പോവാണ്. ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഓണർഷിപ്പൊക്കെ ആരുടെ കയ്യിലായിരിക്കും? പ്രൈവറ്റ് പാർട്ടീസിൻ്റെ കയ്യിലായിരിക്കും. ദെൻ മാനേജ്മെൻറ്റ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ പ്രൈവറ്റ് ഗെയിൻ. അത് സൊസൈറ്റിക്ക് വേണ്ടിയൊന്നല്ല അവർ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പേഴ്സണൽ ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ദെൻ ഫ്രീഡം ഓഫ് കോൺട്രാക്ട്. ഞാനിത് പറയാൻ കാരണം ഇതിന് മുന്നേ ഒരു കോർപ്പറേഷൻ റിലേറ്റഡ് എക്സാമിന് ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ വന്നൊരു ഓപ്ഷനാണ് ഫ്രീഡം ഓഫ് കോൺട്രാക്ട് ഏതിലാണ് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ ഫീച്ചേഴ്സും അതിൻ്റെ സിമിലാരിറ്റീസൊക്കെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാർക്ക് വളരെയധികം സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പം ഫ്രീഡം ഓഫ് കോൺട്രാക്ട് എന്തിൻ്റെ ഫീച്ചറാണ്? ക്യാപിറ്റലിസത്തിൻ്റെയാണ്. ദെൻ ക്ലാസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ. നമുക്കറിയാം, കാരണം ക്യാപിറ്റലിസ്റ്റിൽ ലേബേഴ്സിന് എന്താണ് ചെയ്യുക? എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ട് അവിടെ നിന്നുണ്ടാവും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നോൺ ഇൻ്റർവെൻഷൻ ഓഫ് ഗവൺമെൻറ് ഇൻ ദി എക്കണോമിക് മാറ്റേഴ്സ്. ഇപ്പം പ്രൈവറ്റ് എക്കോണമി ആണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടാവില്ല. മുഴുവൻ മൊണോപ്പൊളി ആർക്കായിരിക്കും? പ്രൈവറ്റ് പാർട്ടീസിനായിരിക്കും. ദെൻ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മെൻ. അതായത് മനുഷ്യനെ തന്നെ എന്ത് ചെയ്യുക? എക്സ്പ്ലോയിറ്റ് ചെയ്യാം. ക്ലാസ് കോൺഫ്ലിക്റ്റ് ആൻഡ് റിസൾട്ടൻറ്റ് ക്ലാസ് സ്ട്രഗിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഗ്രൂപ്പുകൾ തമ്മിൽ എന്തുണ്ടാവും? അതായത് അപ്പർ ക്ലാസ്സും ലോവർ ക്ലാസ് തമ്മിൽ എന്തുണ്ടാവും? കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും അല്ലേ. യെസ്. ദെൻ വൈൽഡ് ഗേൾസ് ബിറ്റ്വീൻ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്. അതായത് സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും തമ്മിൽ എന്തുണ്ട്? നല്ലൊരു അന്തരം, മീൻസ് ഒരു ഗ്യാപ്പ് ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇവിടെ ക്യാപിറ്റലിസത്തിൽ. ഇത്രയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫീച്ചേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ക്യാപിറ്റലിസത്തിൻ്റെ ഫണ്ടമെൻ്റൽ പോയിൻറ്റ്സ് ആണ്. ഇതും എന്താണ്, ഒരു പ്രാവശ്യം എക്സാമിന് വന്നാണ്. റൈറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് വന്നിട്ടുള്ളൊരു ഓപ്ഷൻ വന്നിരുന്നു. അപ്പോൾ നമ്മളിത് കൃത്യമായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലേ. അപ്പം ക്യാപിറ്റലിസ്റ്റിൽ വരുന്ന ഒരു ഫണ്ടമെൻ്റൽ പോയിൻ്റ് ആണെന്ത്? റൈറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. ദെൻ റൈറ്റ് ഓഫ് ഫ്രീ എൻ്റർപ്രൈസ്, റൈറ്റ് ഓഫ് കോൺട്രാക്ട്, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഗെയിൻ ആൻഡ് പേഴ്സണൽ ഫ്രീഡം, ഫ്രീ കോമ്പറ്റീഷൻ ആൻഡ് ഗ്യാരണ്ടീഡ് പ്രിവിലേജസ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുന്നതിൻ്റെ കൂടുതൽ നിങ്ങൾ എന്തും കൂടി പഠിച്ചു വെക്കുക, ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പോയിൻറ്റ്സും കൂടി പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് കോർപ്പറേഷൻ ക്യാപിറ്റലിസവും തമ്മിലുള്ള സിമിലാരിറ്റീസ് അല്ലെങ്കിൽ സാമ്യത എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. കോർപ്പറേഷനും ക്യാപിറ്റലിസവും എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? ക്യാപിറ്റലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. രണ്ടും നമുക്ക് എന്ത് വേണം? റൺ ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ വേണം. ദെൻ കോർപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം യൂസ് ലേബർ ആൻഡ് അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അറ്റ് വെരി ലോ കോസ്റ്റ്. ആണല്ലോ, നമുക്ക് ഉള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് നമുക്ക് എത്രത്തോളം ലോ കോസ്റ്റിൽ അവൈലബിൾ ആകുമോ അത്രത്തോളം ലോ കോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ അതിനെ അക്യൂർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ദെൻ ബോത്ത് എംപ്ലോയി എക്സിക്യൂട്ടീവ്സ് ടു മാനേജ് ദ ഓർഗനൈസേഷൻ. അപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിൽ എന്തുണ്ട്? ജനറൽ ബോഡി ഉണ്ട്, അല്ലെങ്കിൽ മാനേജിങ് കമ്മിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഒരു ക്യാപിറ്റലിസ്റ്റിലും നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു എക്സിക്യൂട്ടീവ്സിന് അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ വേണ്ടി എക്സിക്യൂട്ടീവ്സിനെ അപ്പോയിൻ്റ് ആണ് ചെയ്യുക. ദെൻ ബോത്ത് ഡിപ്പെൻഡ്സ് ഓൺ ബിസിനസ് എഫിഷ്യൻസി. പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ദെൻ ബോത്ത് സിസ്റ്റംസ് ആർ നോട്ട് ഫേവറിങ് സ്റ്റേറ്റ് ഇൻ്റർഫിയറൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ക്യാപിറ്റലിസത്തിലും കോർപ്പറേഷനിലും നമ്മൾ എന്താഗ്രഹിക്കുന്നില്ല? ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അവരുടെ ഇൻ്റർഫിയറൻസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആഗ്രഹിക്കുന്നില്ല. ഇത്രയാണ് സിമിലാരിറ്റീസ്. ഇനി ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ക്യാപിറ്റലിസത്തിൽ ക്യാപിറ്റൽ ഉണ്ട് എന്ന് പറഞ്ഞു. ക്യാപിറ്റലിസ്റ്റിലും കോർപ്പറേഷനിലും എന്ത് വേണം? ക്യാപിറ്റൽ വേണം. പക്ഷേ ക്യാപിറ്റലിസ്റ്റിൽ ക്യാപിറ്റൽ ഹാസ് എ പിവറ്റൽ റോൾ. എന്നാൽ വളരെ പ്രധാനപ്പെട്ട റോളാണ് ക്യാപിറ്റലിന്. എവിടെ? ക്യാപിറ്റലിസ്റ്റിൽ. പക്ഷേ കോർപ്പറേഷൻ എന്താണ്? സെക്കൻഡറി റോൾ മാത്രമേ ഉള്ളൂ. ദെൻ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിൻ്റെ മെയിൻ മോട്ടീവ് എന്താണ്? മേക്ക് മാക്സിമം പ്രോഫിറ്റ്. പക്ഷേങ്കിൽ കോർപ്പറേഷൻ്റെ മോട്ടീവ് എന്താണ്? സർവീസ് മോട്ടീവാണ്. ദെൻ ക്യാപിറ്റലിസം എന്ന് പറയുന്നാൽ യൂണിയൻ ഓഫ് ക്യാപിറ്റലാണ്. കോർപ്പറേഷൻ എന്താണ്? യൂണിയൻ ഓഫ് പേഴ്സൺസ്. ആ ഡിഫറൻസുകളൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇന്നതാണെന്നുള്ള രീതിയിൽ നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ, മീൻസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ദെൻ ക്യാപിറ്റലിസത്തിൽ ഷെയർ ക്യാപിറ്റലാണ് വോട്ടിംഗ് റൈറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്.
നമ്മൾ എത്ര ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നോ നമുക്ക് അത്ര എന്തുണ്ടാവും, വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവും. ബട്ട് കോർപ്പറേഷൻ എന്താണ്, 1 man 1 vote. ദെൻ ക്യാപിറ്റൽ ഓൺസ് മെൻ ഇൻ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. അതൊരു ടേമാണ്. ക്യാപിറ്റലിസ്റ്റിൽ എന്താണ്, ക്യാപിറ്റലാണ് മനുഷ്യനെ ഓൺ ചെയ്യുന്നതെന്ന് പറയും. പക്ഷേ അതേസമയം കോപ്പറേറ്റീവ് സിസ്റ്റത്തിൽ എന്താണ്, മെൻ ഓൺ ക്യാപിറ്റൽ. ദെൻ ക്യാപിറ്റലിസ്റ്റിൽ വെൽത്ത് കോൺസെൻട്രേറ്റ് ഓൺ ദി ഫ്യൂ പീപ്പിൾ. കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രമേ വെൽത്ത് ഉണ്ടാവൂ. പക്ഷേങ്കിൽ കോപ്പറേഷൻ എന്താണ്, അതിൻ്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആണല്ലേ. വെൽത്ത് ഡീസെൻട്രലൈസേഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്, കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത്. ദെൻ ക്യാപിറ്റലിസ്റ്റിൽ എന്തുണ്ട്, കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ കോപ്പറേഷനിൽ എന്തില്ല, ഇൻറ്റൻസ് കോമ്പറ്റീഷൻ കാര്യങ്ങളൊന്നുമില്ല. അവരുടെ കേസിൽ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് മാത്രമേ ഉള്ളൂ, കോമ്പറ്റീഷൻ ഇല്ല. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് കോപ്പറേഷൻ. ഇനി നമുക്ക് നോക്കാനുള്ള സോഷ്യലിസ്റ്റ് എക്കണോമിയാണ്. സോഷ്യലിസ്റ്റ് എക്കണോമി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. പ്യുവർലി ഗവൺമെൻറ് കൺട്രോളിൽ വരുന്ന, അത് പബ്ലിക്കിൻ്റെ വെൽഫെയർ മാത്രം മുൻനിർത്തിക്കൊണ്ട് നമ്മളൊരു എക്കണോമി റൺ ചെയ്യുകയാണെങ്കിൽ അതിനെന്താ വിളിക്കുക, സോഷ്യലിസ്റ്റിക് എക്കോണമി എന്നാണ് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ് അലോൺ ഹാസ് ദി പവർ ടു ഓർഗനൈസ് ആൻഡ് കണ്ടക്ട് പ്രൊഡക്ഷൻ. അവിടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആർക്ക് ചെയ്യാൻ പറ്റില്ല, പ്രൈവറ്റ് പാർട്ടീസിന് ചെയ്യാൻ പറ്റില്ല. ക്യാപിറ്റലിസ്റ്റിൽ പ്രൈവറ്റ് പാർട്ടീസാണ് അതൊക്കെ ചെയ്യുക. പക്ഷേ ഇവിടെ ആരാ ചെയ്യുക, സ്റ്റേറ്റ് ആണ്. മീൻസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആണ്. ദെൻ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇൻ ക്യാപിറ്റൽ ഗുഡ്സ് ലൈക്ക് റെസിഡൻഷ്യൽ ഹൗസ്, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് ആൻഡ് അതർ കൺസ്യൂമർ ഗുഡ്സ് വുഡ് ബി അലൗഡ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്, ഫർണിച്ചർ ഈ കാര്യങ്ങളൊക്കെ അലോ ചെയ്യുമെങ്കിലും മറ്റുള്ള ബിസിനസ്സും കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റൺ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ദെൻ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് പ്രോഹിബിറ്റഡ്. നമുക്ക് പ്രൈവറ്റ്ലി നമുക്ക് മീൻസ് ഓഫ് പ്രൊഡക്ഷനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഓൺ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതിന് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണമെന്നല്ല, ഗവൺമെൻറ് അതിന് സമ്മതിക്കില്ല. ദെൻ ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് അഷ്യൂർഡ് ഓഫ് ഫിക്സഡ് ഇൻകം. ദെൻ ദ എൻ്റയർ സർപ്ലസ് ഓർ പ്രോഫിറ്റ് ബിലോങ് ടു ദി സ്റ്റേറ്റ്. നമ്മളങ്ങനെ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം എല്ലാം കൺട്രോൾ ആരുതായിരിക്കും, സ്റ്റേറ്റിൻ്റെ ആയിരിക്കും. അപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് മൊത്തം ആരുടെ അടുത്തേക്കാണ് പോവുക, സ്റ്റേറ്റിൻ്റെ അടുത്തേക്കാണ് പോവുക. ദർ ഈസ് നോ ക്ലാസ് ഡിഫറൻസ് ഓർ ക്ലാസ് സ്ട്രഗിൾ. അപ്പം സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ നമ്മൾ പബ്ലിക്കിൻ്റെ വെൽഫെയർ മാത്രമേ നോക്കുന്നുള്ളൂ അല്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവില്ല, ഗ്രൂപ്പുകൾ തമ്മിൽ ക്ലാസ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അപ്പർ ക്ലാസ് അല്ലെങ്കിൽ എന്താണ് എക്കണോമിക്കലി അപ്പർ ക്ലാസ് അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ ക്ലാസ് എന്നതിൽ ഒരു ഡിഫറൻസ് ഒന്നും വരില്ല. ദെൻ ബാലൻസ്ഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. കാരണം എല്ലാവരും ഒരേപോലെ കൺസിഡർ ചെയ്തിട്ടാണ് സോഷ്യലിസ്റ്റ് എക്കണോമി മുന്നോട്ട് പോകുക. അതുകൊണ്ട് അവിടെ എന്തുണ്ടാവില്ല, ഒരു ഡിസ്പാരിറ്റി, എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഒരു ഡിസ്പാരിറ്റി ഉണ്ടാവില്ല. എന്തായിരിക്കും, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ബാലൻസ്ഡ് ആയിരിക്കും. എല്ലാ ആൾക്കാരെയും തുല്യമായിട്ട് പരിഗണിച്ചുകൊണ്ടാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. ദെൻ ദി സ്റ്റേറ്റ് വുഡ് അണ്ടർടേക്ക് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പറഞ്ഞ കാര്യമാണ്, സ്റ്റേറ്റ് ആണ് എന്ത് ചെയ്യുക, പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. ദെൻ similarities between cooperation and socialism. Both aim at the abolition of class struggle. ക്യാപിറ്റലിസത്തിന് എന്തുണ്ടായിരുന്നു, ക്ലാസ് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അതിനെതിരെ വന്ന രണ്ട് കൺസെപ്റ്റുകളാണ് അല്ലെങ്കിൽ രണ്ട് മൂവ്മെൻറ്റുകളാണ് സോഷ്യലിസവും കോപ്പറേഷനും. ദെൻ ബോത്ത് ദി ഫോംസ് ആക്ഷൻസ് ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് എലിമിനേഷൻ ഓഫ് കോമ്പറ്റേറ്റീവ് ഫോഴ്സസ്. അതായത് ക്യാപിറ്റലിസ്റ്റിലുള്ള കോമ്പറ്റേറ്റീവ് ഫോഴ്സസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോപ്പറേഷനും സോഷ്യലിസവും വന്നിട്ടുള്ളത്. ദെൻ ബോത്ത് എയിംസ് അറ്റ് ദി വെൽഫെയർ ഓഫ് ദി കമ്മ്യൂണിറ്റി. പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. സോഷ്യലിസ്റ്റിൻ്റെ മെയിൻ എയിമും വെൽഫെയർ ആണ്. ക്യാപിറ്റലിസ്റ്റിൻ്റെ കോപ്പറേഷൻ്റെ മെയിൻ എയിമും എന്താണ്, വെൽഫെയർ ആണ്. ദെൻ ബോത്ത് ഓപ്പോസ് ഇൻഡിവിജ്വലിസം. ഒരു വ്യക്തികൾക്കുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ എവിടെ കൊടുക്കുന്നില്ല, കോപ്പറേഷനിലും സോഷ്യലിസ്റ്റിലും കൊടുക്കുന്നില്ല. നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, കളക്റ്റീവ് ഓണർഷിപ്പ് അല്ലെങ്കിൽ യൂണിയൻ ഓഫ് പീപ്പിൾ. ഇതിനാണ് നമ്മൾ എന്ത് കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബോത്ത് എംഫസൈസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അത് വെൽത്ത് കോൺസെൻട്രേഷൻ അല്ല, നമ്മൾ എന്താ ചെയ്യുക, വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ഓഫ് വെൽത്ത് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ദ എയിം ഓഫ് ബോത്ത് ആർ റെൻഡറിങ് സർവീസ് റദർ ദാൻ ഏർണിംഗ് പ്രോഫിറ്റ്. സോഷ്യലിസത്തിൻ്റെയും കോപ്പറേഷൻ്റെയും എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നല്ല, പകരം പബ്ലിക്കിന് സർവീസ് കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ വെൽഫെയറിന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ബോത്ത് ട്രൈ ഫോർ എലിമിനേറ്റിംഗ് ദി ഈവിൾ എഫക്റ്റ് ഓഫ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ്റെ ഈവിൾ എഫക്റ്റ് എന്താണ്, എക്സ്പ്ലോയിറ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് മൂവ്മെൻറ്റും ശ്രമിക്കുന്നത്. ഇത്രയ്ക്കാണ് കോപ്പറേഷനും സോഷ്യലിസവും തമ്മിലുള്ള സിമിലാരിറ്റീസ്. ഇനി അത് തമ്മിൽ കുറച്ച് ഡിഫറൻസുകളുണ്ട്, അതും കൂടെ നോക്കിപ്പോൾ. സോഷ്യലിസത്തിൽ മുഴുവൻ ആര് കൺട്രോളായിരിക്കും, സ്റ്റേറ്റ് കൺട്രോളായിരിക്കും. പക്ഷേങ്കിൽ കോപ്പറേഷൻ അങ്ങനെയാണോ, കോപ്പറേഷൻ എന്താ ആഗ്രഹിക്കുന്നത്, സ്റ്റേറ്റിൻ്റെ കൺട്രോൾ കോപ്പറേഷൻ ആഗ്രഹിക്കുന്നില്ല. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ സ്റ്റേറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് നമ്മൾ എന്തിനാണ് ശ്രമിക്കുന്നത്, വളരെയധികം കുറയ്ക്കാനാണ് ശ്രമിക്കുക.
ദെൻ സോഷ്യലിസം ഇസ് എ പൊളിറ്റിക്കൽ റെമഡി ഫോർ എക്കണോമിക് ഈവിൾസ്. എക്കണോമിക് ഈവിൾസ് ഉണ്ട്, അത് ക്യാപിറ്റലിസത്തിൻ്റെ റിസൾട്ടാണ് എക്കണോമിക് ഈവിൾ എന്ന് പറയുന്നത്. അതിനുള്ളൊരു പൊളിറ്റിക്കൽ റെമഡിയാണ് സോഷ്യലിസം. പക്ഷേങ്കിൽ കോപ്പറേഷൻ എന്താണ്? ഇറ്റ്സ് എൻ എക്കണോമിക് റെമഡിയാണ്, സാമ്പത്തികമായിട്ടുള്ള റെമഡിയാണ്. ദെൻ സോഷ്യലിസം ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്റ്റേറ്റ് ഓണർഷിപ്പ്. സോഷ്യലിസത്തിൻ്റെ മെയിൻ എയിം എന്താണ്? സ്റ്റേറ്റ് ഓണർഷിപ്പാണ്. പക്ഷേ കോപ്പറേഷൻ എങ്ങനെയാണ്? കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് കളക്റ്റീവ് ഓണർഷിപ്പ്. ഓക്കെ, അത് സ്റ്റേറ്റിൻ്റെ ഓണർഷിപ്പ് അല്ല ആഗ്രഹിക്കുന്നത്, പ്രൈവറ്റായിട്ടും കളക്റ്റീവായിട്ട് ഓണർഷിപ്പ് അല്ലെങ്കിൽ യൂണിയൻ ഓഫ് പീപ്പിൾ നമ്മൾ പറയാറില്ലേ, അതാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്, കോപ്പറേഷനിൽ ആഗ്രഹിക്കുന്നത്. ദെൻ ഇൻ സോഷ്യലിസ്റ്റ് എക്കോണമി ദ സർപ്ലസ് ഗോസ് ടു ദി സ്റ്റേറ്റ്. സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ മുഴുവൻ സർപ്ലസ് ആർക്കാണ്? സ്റ്റേറ്റിനാണ്. കോപ്പറേറ്റീവിലോ ഇറ്റ് ഗോസ് ടു ദി മെമ്പേഴ്സ് ഓൺ ദി ബേസ് ഓഫ് പാട്രണേജ് ഡിവിഡൻറ്റ്. ഓക്കെ, ഈക്വിറ്റബിൾ ബേസിൽ മെമ്പേഴ്സിനാണ് ആ ഏണിങ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണെന്ന് വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ചിലപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് ഏതിൻ്റെ ഫണ്ടമെൻ്റൽ പോയിൻ്റ് ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഈ കാര്യം ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ.